വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ സ്വർണം നഷ്ടപ്പെട്ട അച്ഛനെയും മകളെയും കൂടി സ്റ്റേഷനിലേക്ക് വീണ്ടും വിളിപ്പിക്കുന്നുണ്ട്. അന്നേരം സ്വർണ്ണം കിട്ടി കാണുമോ, കിട്ടിയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ മോളുടെ കല്യാണം നടക്കില്ല, എൻ്റെ കണ്ണ് താനെ അടഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛനാണെങ്കിൽ ആകെ അങ്ങ് ടെൻഷനിലാണ്. അന്നേരം അച്ഛൻ വിഷമിക്കുകയൊന്നും വേണ്ട, അത് കിട്ടുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് ഒരു പോലീസ് ജീപ്പിലാണെങ്കിൽ തോമസ് SI തോമസ് സാറാണെങ്കിൽ ആദ്യം ഒരു കയറി ഓട്ടോക്കാരനെ കൊണ്ട് വരുന്നുണ്ട്. അന്നേരം അയാളല്ലേ അതെന്ന് ഇവർ വെളിയിൽ നിൽക്കുന്നവർ കാണുന്നുണ്ട്. തുടർന്ന് അകത്തേക്ക് കൊണ്ട് ചെന്നിട്ട് ഇതാണ് ഓട്ടോക്കാരനെന്ന് പറയുമ്പോൾ സർക്കിളാണെങ്കിൽ അവരെ കൂടി വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരോട് ഈ ഓട്ടോക്കാരനോട് ചോദിക്കുകയാണ്, നീ ഇവരുടെ സ്വർണ്ണം എടുത്തില്ലേ, എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എടുത്തിട്ടില്ല സാറേ, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം നീ എന്ത് ചെയ്തു, നീ അല്ലേ എടുത്തതെന്നും പറഞ്ഞ് കുറ്റക്കാരൻ ഈ ഓട്ടോ ഡ്രൈവറാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ CI സംസാരിക്കുന്നത്. അന്നേരം അല്ല സാറേ, ഇവരെൻ്റെ ഓട്ടോയിൽ കയറി എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ വഴിക്ക് വെച്ച് എൻ്റെ വണ്ടി കേടായി, അതുകൊണ്ട് മറ്റൊരു ഓട്ടോയിൽ കയറ്റി വിട്ടു എന്ന് പറയുകയാണ്. അന്യൻ്റെ മുതലാണെങ്കിലും 1 രൂപ പോലും ഞങ്ങൾ ആഗ്രഹിക്കില്ല, അത് 1 രൂപയാണെങ്കിലും 10 രൂപയുടെ പെട്രോൾ കത്തിച്ചാണെങ്കിലും ഞങ്ങൾ ഓട്ടോക്കാരെ തിരികെ കൊണ്ടു കൊടുക്കും, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ കുട്ടി പറയുന്നുണ്ട് ചിലപ്പോൾ രണ്ടാമത്തെ ഓട്ടോയിലായിരിക്കുമെന്ന്. അന്നേരം ആ ഓട്ടോ ഏതാണ്, ഏത് സ്റ്റാൻഡിൽ കിടന്നാണ് ഓടുന്നതെന്നൊക്കെ സർക്കിളാണെങ്കിൽ ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കറിയില്ല സാറേ, രാത്രി ഒരു ഓട്ടോ വന്നു അങ്ങനെ പറഞ്ഞു വിട്ടു എന്ന് പറയുകയാണ്. എല്ലാ ബാഗും എടുത്തുകൊണ്ടാണ് ഒരു ഓട്ടോയിൽ കയറിയത് എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു തിട്ടമില്ലല്ലോ, രണ്ടാമത്തെ ഓട്ടോക്കാരനെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ, നിങ്ങൾ കറക്റ്റ് ഒന്ന് ഓർത്ത് നോക്കി ആ ഓട്ടോയെക്കുറിച്ചോ ബാഗെല്ലാം എടുത്തുകൊണ്ടാണോ കയറിയത് എന്നൊക്കെ പറഞ്ഞ് ഈ സർക്കിള് ചോദിക്കുകയാണ്. അന്നേരം ഈ കുട്ടി പറയുന്നുണ്ട് അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്നേരം ഇതാകെ പൊല്ലാപ്പായല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും വലയുകയാണ്. രണ്ടാമത്തെ ഓട്ടോക്കാരനെ കിട്ടിയെങ്കിലല്ലേ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ എങ്ങും CCTV ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് വെച്ചും കിട്ടുന്നില്ല. ആദ്യത്തെ ഓട്ടോക്കാരന് വിഷ്ണുവിനെ പരിചയമില്ല. അതേസമയമാണെങ്കിൽ ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ സാറേ, എൻ്റെ ഓട്ടോ ഉള്ളതാണെന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറയുകയാണ്. നീ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല സാറേ, ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ടും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ കല്യാണമാണ്, എടുത്തെങ്കിലും അങ്ങ് പറയുമെന്ന് പറയുന്നുണ്ട്. അന്നേരം എടുത്തില്ല എന്ന് പറയുമ്പോൾ അവൻ അങ്ങോട്ട് മാറ്റി നിർത്ത് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഈ സർക്കിളാണെങ്കിൽ ഈ കുട്ടിയോടും അച്ഛനോടും പറയുന്നുണ്ട്, നിങ്ങളിവിടെ കുറ്റിയടിച്ച പോലെ നിന്നിട്ട് യാതൊരു കഥയില്ല, ആ രണ്ടാമത്തെ ഓട്ടോക്കാരനെ കിട്ടട്ടെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാനാകൂ എന്ന് പറയുകയാണ്. അന്നേരവും ആ വിഷ്ണുവിൻ്റെ വീട്ടിൽ കിടക്കുന്ന ആ ഓട്ടോ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഇതേസമയം വിഷ്ണുവും ശാലിനിയും മക്കളും കൂടി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ ആകെ സന്തോഷത്തിലാണ്. അന്നേരം ആദ്യം എവിടേക്കാ പോകേണ്ടത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ സത്യ പറയുന്നുണ്ട്, നമുക്ക് വാട്ടർ തീം പാർക്കിലേക്ക് പോകാമെന്ന്. അപ്പോൾ റൈഡിൽ കയറി തകർക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേന്ന് ഇങ്ങനെ ശാലിനി പറയുകയാണ്. അന്ന് വിഷ്ണു പറയുന്നുണ്ട്, എന്തായാലും ഈ 2-3 ദിവസം കുട്ടികളോടൊപ്പം നമ്മളും പിന്നെ ഹാപ്പി ആയിട്ട് പോകണം. ശാരദാമ്മ പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രിപ്പാണെങ്കിലും ഒന്നാലോചിച്ചാൽ നമുക്കും കൂടി ഇതൊരു സന്തോഷമായിട്ട് എടുക്കാം. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ, ആ നഷ്ടപ്പെട്ടു പോയ ഹണിമൂൺ ട്രിപ്പ് ഇതിലങ്ങോട്ട് ഉൾപ്പെടുത്താമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അല്ല അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കിന്നെ പ്രശ്നങ്ങളല്ലായിരുന്നോ, അങ്ങനെയൊന്നും പോകാനൊന്നും സമയമൊന്നും കിട്ടിയില്ലല്ലോ. അന്നേരം ആ പരാതി ഇവിടെ ഇങ്ങോട്ട് തീർക്കാൻ പോവുകയാണ്. എൻ്റെ മനസ്സ് മുഴുവൻ പ്രണയമല്ലേ, അത് തനിക്ക് അങ്ങോട്ട് തരാനായിട്ട് പോവുകയാണെന്ന് ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ശാലിനി നോക്കി പറയുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല. അവരങ്ങ് വെളിയിലേക്ക് നോക്കി നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് ഇത്രയായി, 2 കുട്ടികളുടെ അച്ഛനുമായി, എന്നിട്ടും കുട്ടികളെ മാറിയിട്ടില്ല എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കവിളിലൊക്കെ പിടിച്ച് നുള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് അവരിങ്ങനെ കണ്ണിൽ കണ്ടി നോക്കിയൊക്കെ നിൽക്കുകയാണ്. അന്നേരം ഒരു കടലോളം പ്രണയം എൻ്റെ മനസ്സിലുണ്ട്, അത് മുഴുവൻ തനിക്ക് തരാനാണ്, ഈ ജന്മത്തിൽ തീരില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അടുത്ത ജന്മം കൂടി നമുക്ക് കടം ചോദിക്കാം, എന്നാലും തീരില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞ് കണ്ണിൽ നോക്കുന്നുണ്ട്. അന്നേരം സത്യ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, അതെ, ഇങ്ങനെയാണെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് കമൽ ഞങ്ങളിനെ കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന്. തുടർന്ന് പപ്പിയും പറയുന്നുണ്ട്, വിഷ്ണു വെച്ചാൽ വണ്ടി ഓടിക്കുന്നതൊക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അന്നേരം ഇതൊക്കെ വിളഞ്ഞ വിത്തുകളാണ് എന്നിങ്ങനെ, ചില്ലറക്കാരികളല്ല എന്നിങ്ങനെ വിഷ്ണുവും പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, ഇത് പിള്ളേര് ഈ അച്ഛൻ്റെ മക്കളല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ കാണിക്കാതിരിക്കുമോ എന്ന് പറയുമ്പോൾ അതെ, ഇപ്പോൾ ആരാ ശ്രദ്ധ കളയുന്നത് എന്നിങ്ങനെ വിഷ്ണുവും പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സന്തോഷത്തോടെ ചിരിച്ചും പറഞ്ഞൊക്കെ പോവുകയാണ് വണ്ടി ഓടിച്ച്. അന്നേരം ഈ ട്രിപ്പ് നമുക്ക് അടിപൊളിയാക്കാം, മക്കളൊരു പാട്ട് പാടിക്കുകയെന്ന് പറയുമ്പോൾ ഒന്നാം തരം ബലൂൺ തരാമെന്നും പറഞ്ഞ് കുട്ടികൾ പാടുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, വേണ്ട വേണ്ട വേണ്ട, അത് കേട്ട് മടുത്തു, വേറെ പാട്ട് പാടുകയെന്ന് പറയുമ്പോൾ കണ്ണോട് കണ്ടപ്പോൾ എന്ന് പറഞ്ഞ് കുട്ടികൾ പാടി തകർക്കുന്നുണ്ട്. ഈ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്, ശാലിനിയും വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. രണ്ടുപേരും ആ ഒരു യാത്ര ആസ്വദിക്കുന്നുണ്ട്. അവരിങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്.
ഇതേസമയം അവിടെ രജിസ്റ്റർ ഓഫീസിലാണെങ്കിൽ അനൂപിൻ്റെ ഒരു കൂട്ടുകാരനും രണ്ട് കുട്ടികളും കൂടി ഇങ്ങനെ മാലയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അനൂപും അരുൺ എന്ന് പറയുന്ന കൂട്ടുകാരനുമായിട്ട് ഒരു നൂറിനെ വെയിറ്റ് ചെയ്ത് വേറൊരു വഴിയിൽ നിൽക്കുകയാണ്. അന്നേരം ഇതുവരെ കണ്ടില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ വിളിച്ച പ്രശ്നമാകും, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. ചിലപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇത് പൊളിയാനായിട്ട് ആ പേ പിടിച്ചവൻ്റെ വാപ്പ അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ വന്ന് കാണുമോ, അതായിരിക്കും പ്രശ്നമെന്നും പറഞ്ഞ് ഇവരാകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ഈ രജിസ്റ്റർ ഓഫീസിൽ നിൽക്കുന്ന ആ ഒരു കൂട്ടുകാരനാണെങ്കിൽ ഈ അരുണിനെ വിളിക്കുന്നുണ്ട്. അനൂപിൻ്റെ കൂട്ടുകാർ അരുണിനെ കൂടെ നിൽക്കുന്ന അരുണിനെ വിളിക്കുകയാണ്. അന്നേരം എന്തായി കാര്യങ്ങൾ, ഇവിടെ പിയൂൺ ചേട്ടൻ ആകെ ചൂടിലാണ്, ഒന്ന് രണ്ട് തവണ വന്ന് നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഈ പിയൂൺ ഇറങ്ങി വരുന്നുണ്ട്. നേരത്തെ ശാലിനിയൊക്കെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പോയ അതേ രജിസ്റ്റർ ഓഫീസും രജിസ്ട്രാറും പിയൂണും ഒക്കെ തന്നെയാണ്. അന്നേരം ഈ പിയൂൺ ഇറങ്ങി വന്നിട്ട് എവിടെ 10:30 ആകുമ്പോൾ പിന്നെ പയ്യനും പിന്നെ പെണ്ണും ഇവിടെ കാണണമെന്ന് പറഞ്ഞതല്ലേ, അരുൺ എവിടെ, അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതല്ലേ എന്ന് പിയൂൺ പറയുന്നുണ്ട്. പിയൂണിൻ്റെ ഒരു പരിചയക്കാരനാണ് ഈ അരുണം. തുടർന്ന് ഈ ഫോണിൽ കൂടെ അരുൺ അത് കേൾക്കുന്നുണ്ട്. തുടർന്ന് അരുൺ പറയുന്നുണ്ട്, രജിസ്ട്രാർ അല്പമെങ്കിലും പിടിച്ചു നിർത്താൻ നോക്കുമെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറയുകയാണ്, പിന്നെ എൻ്റെ വകയിലെ കുഞ്ഞമ്മയുടെ മോനല്ലേ, അയാൾ കേൾക്കില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പിയൂൺ വന്ന് ചോദിക്കുന്നത്. അന്നേരം അരുൺ ലൈനിലുണ്ട്, നിങ്ങൾ തന്നെ ചേട്ടൻ തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട്. തുടർന്ന് പിയൂൺ ദേഷ്യപ്പെടുന്നുണ്ട്, രജിസ്ട്രാർ 11 മണി കഴിഞ്ഞാൽ പോകും, പിന്നെ കാര്യമൊന്നും നടക്കില്ല, വരുമെങ്കിൽ വരാൻ നോക്ക്, എനിക്ക് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഈ പിയൂൺ അങ്ങ് പോകുന്നുണ്ട്. ഇവിടെ അനൂപും അരുണും ഈ 100 വരാത്തതിലും ആകെ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഇതേസമയം റൂമിലാണെങ്കിൽ നൂറിന് ഭക്ഷണവുമായിട്ട് പിന്നെ സുബൈദ ചെല്ലുന്നുണ്ട്. മോൾ എത്ര നേരമെന്ന് വിചാരിച്ച ഒന്നും കഴിക്കാതിരിക്കുന്നത്, ഇതൊന്ന് കഴിച്ചെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ചത്തോട്ടെ, എൻ്റെ ഇഷ്ടങ്ങളും വന്ന് നോക്കാനായിട്ട് ഇവിടെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നും പറയുകയാണ്. അന്നേരം മോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് സുബൈദ പറയുന്നുണ്ട്. അന്നേരം ഇന്നത്തെ രജിസ്ട്രേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ 100 ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല, ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ആകെ വാശിയിലാണ്. അന്നേരം മോൾ ഇതങ്ങോട്ട് കഴിക്കും, ഇവിടെ ഉള്ളവരെ കാര്യമൊക്കെ അറിയാമല്ലോ, പിന്നെ ഞാനാണ് ഇതിനൊക്കെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെയും അവർ വെറുതെ വെച്ചേക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം 100 ആകെ സങ്കടപ്പെടുന്നുണ്ട്. സങ്കടപ്പെട്ട് ഇങ്ങനെ തറയിലേക്ക് മുട്ടുകുത്തിയിരുന്ന പോലെ അപേക്ഷിക്കുന്നത് പോലെ സുബൈദ അടുത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മാമി എന്നെ ഒന്ന് സഹായിക്കണം, 11 മണിക്ക് രജിസ്ട്രേഷൻ, അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഞാൻ പോയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയിട്ട് ഇനി വരാം, എന്നെ ഒട്ടും കാണാതായാലല്ലേ ഇവിടെ ഉള്ളവർക്ക് സംശയം തോന്നുകയുള്ളൂ, കല്യാണം നടന്ന കാര്യം നമ്മൾ മാത്രമല്ലേ അറിയുകയുള്ളൂ, പിന്നെ വേറെ ആരും അറിയില്ല എന്ന് പറയുമ്പോൾ നിനക്ക് ഇവരുടെ നസീറിൻ്റെയും മാപ്പയുടെയും ഒക്കെ കാര്യം അറിയില്ലേ, നിനക്ക് കല്യാണ ലെറ്ററിൽ വിളിക്കേണ്ടവരുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പാചകക്കാരെ വരെ അവർ ബുക്ക് ചെയ്തു, അങ്ങനെയുള്ള രീതിക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർ നമ്മൾ വെറുതെ വെച്ചേക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ ഒരുക്കങ്ങളൊക്കെ നടന്നോട്ടെ, കല്യാണ പെണ്ണുണ്ടെങ്കിലല്ലേ കല്യാണം നടക്കുകയുള്ളൂ, ഇന്ന് ഈ രജിസ്ട്രേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 100 ഭൂമിയിൽ നൂർജഹാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ്, മാമിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ, എൻ്റെ ഉമ്മയോട് പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നതെന്നും പറഞ്ഞ് കുട്ടി കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ സുബൈദ പറയുന്നുണ്ട്, നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയാണല്ലോ, എങ്കിൽ പിന്നെ മോള് പോയിട്ട് വാ, പിന്നെ വേറെ ആരും ഒന്നും അറിയരുത്, സൂക്ഷിച്ച് വേണം പോകാനായിട്ട്, മാമിയെ കത്തുന്ന ചിതയ്ക്ക് പുറത്ത് വെച്ചിട്ടാണ് മോള് പോകുന്നതെന്ന് കൂടി ഓർമ്മിക്കണം എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല മാമി, ആരും ഒന്നും അറിയില്ല, ഞാൻ മാമി ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട്, അതിനൊക്കെ ക്ഷമിക്കണം, പക്ഷേ ഇതിനെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നൂർജഹാൻ പോകാൻ ഇറങ്ങുകയാണ്. അന്നേരം സൂക്ഷിച്ചു പോകണം, എല്ലാം ഓർമ്മിക്കണമെന്ന് പറയുകയാണ്. തുടർന്ന് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നൂറിനെ അവിടെ നിന്നും പിന്നെ സുബൈദ ആണെങ്കിൽ പറഞ്ഞു വിടുന്നുണ്ട്. ഇതേസമയം വിഷ്ണുവും ശാലിനിയും കുട്ടികളും കൂടി ആ ഒരു വാട്ടർ തീം പാർക്കിലേക്ക് എത്തുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കുട്ടികളാണെങ്കിൽ ഓടിയങ്ങ് അകത്തേക്ക് കയറി ഓടുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നത് ഓടല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കേൾക്കുന്നില്ല. അന്നേരം നമുക്ക് ഓടി കയറാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഓടി വിഷ്ണുവും കൂടി അകത്തേക്ക് കയറിയിട്ട് ഒരു സ്ഥലത്തെത്തിയിട്ട് നിൽക്കി എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ പിടിച്ച് നിർത്തുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, എവിടെയൊക്കെ കയറുമോ ഏതൊക്കെ റൈഡിൽ കയറുമോ എല്ലാത്തിലും കയറി പരമാവധി സന്തോഷിച്ചോളണം, പിന്നെ കൂട്ടം തെറ്റി ഓടരുത്, നിങ്ങളുടെ പുറകെ ഓടാനായിട്ട് എനിക്ക് വയ്യെന്നും പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയുടെ തോളിലിങ്ങനെ പിടിച്ചിട്ട് വിഷ്ണു നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് പറയുകയാണ്. അന്നേരം ഈ കുട്ടികൾ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ്, കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണോ കൊണ്ടുവന്നത്, സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സതേ ഇവിടെയുണ്ട് എന്നിങ്ങനെ അത് ശാലിനി പതിയാണ് വിഷ്ണുവിനോട് പറയുന്നത്. അതായത് വിഷ്ണു ആണെങ്കിൽ ചുറ്റുമൊക്കെ ശ്രദ്ധിച്ചിട്ട് ശാലിനിയുടെ അടുത്തേക്കെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ പറഞ്ഞാട്ടെ കുഞ്ഞു മനസ്സ്, ഏത് റൈഡിലാണ് ആദ്യം കയറേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിലും കയറണം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ഒരു സന്തോഷത്തോടെ
വയ്ക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ സന്തോഷം തുടങ്ങുകയാണ്, എല്ലാവരും കൈ വെച്ചെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആദ്യം കൈ നീട്ടുന്നുണ്ട്. തുടർന്ന് ശാലിനി വയ്ക്കുകയാണ്, തുടർന്ന് സത്യ വയ്ക്കുന്നുണ്ട്, തുടർന്ന് പപ്പിയും വയ്ക്കുകയാണ്. തുടർന്ന് എല്ലാവരും കൂടി ഓടി ഓരോ റൈഡിലായിട്ട് ഒരു പാട്ട് സീനിലൂടെയാണ് അത് ഫുള്ള് കാണിക്കുന്നത്. കാറൊക്കെ ഓട്ടിക്കുന്നുണ്ട് സത്യയും വിഷ്ണുവും കൂടി, പപ്പിയും പിന്നെ ശാലിനിയും കൂടി ട്രെയിനിലും ഒരു ബുള്ളിൻ്റെ പുറത്തും വെള്ളത്തിലും എല്ലായിടത്തും ഒക്കെ ആയിട്ട് ഇവർ ഫുള്ള് കയറുന്നുണ്ട്. വിഷ്ണുവും ശാലിനിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ മാത്രം കയറുന്ന റൈഡിൽ അവരിങ്ങനെ കറങ്ങി പോകുമ്പോൾ ഇവർ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അകപ്പാടെ ഒരു സന്തോഷം തന്നെയാണ്. ശാലിനി ആ ബുള്ളിൻ്റെ പുറത്തുനിന്ന് വീഴുമ്പോൾ വിഷ്ണുവും കുട്ടികളും കൂടെ ചിരിക്കുകയും പോയി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ സീനുകളാണ്. തുടർന്ന് അവരാണെങ്കിൽ ആ ഒരു പാർക്കിൽ ഊഞ്ഞാലിലേക്ക് പോയിരിക്കുന്നുണ്ട്. സത്യയും പപ്പി ഊഞ്ഞാലിലിരിക്കുകയാണ്. അന്നേരം അച്ഛൻ ഒന്ന് അങ്ങോട്ട് ആട്ടുന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ആട്ടുകയാണ്, പപ്പിയെ ശാലിനി ഊഞ്ഞാലാട്ടുന്നുണ്ട്. അന്നേരം കുറച്ചുകൂടി സ്പീഡിന് ആട്ടുമെന്ന് പറയുമ്പോൾ ഇത്ര സ്പീഡൊക്കെ മതി എന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ വെറുതെ നിൽക്കുകയല്ലേ, അച്ഛൻ ഇങ്ങോട്ട് ആട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് സത്യ അങ്ങ് നിർബന്ധം പിടിക്കുകയാണ്. കൊഞ്ചുന്ന പോലെ ആ ഒരു അച്ഛനോടെന്ന പോലെ ഒരു ഇതിൽ സ്നേഹത്തിൽ സത്യ ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് പപ്പി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ പപ്പി ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം മതി ചേച്ചിയമ്മയെന്ന് പറഞ്ഞിട്ട് പപ്പി ആകെ വിഷമത്തിൽ അങ്ങോട്ട് പോയി ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇതുവർ ശ്രദ്ധിക്കുന്നില്ല. തുടർന്നാണെങ്കിൽ ഇത് അച്ഛൻ സ്പീഡിനാട്ട് വെറുതെ നിൽക്കുകയല്ലേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു പണിയില്ലല്ലോ, ഇത്രയൊക്കെ സ്പീഡ് മതി എന്ന് പറഞ്ഞിട്ട് അതേ നീ ആട്ടിക്കെന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ച് അങ്ങോട്ട് ആട്ടിയിട്ട് വിഷ്ണു ആ പപ്പി ഇറങ്ങിപ്പോയ ഊഞ്ഞാലിലേക്ക് അറിയിരിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അത് കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, അന്നേരം ഞാനും ഒരു കുട്ടി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ സ്പീഡിന് ആടുകയാണ്. അന്നേരം അമ്മ എന്നെ അങ്ങോട്ട് ആട്ട്, അച്ഛൻ ആട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സത്യ ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട്. അന്നേരം അവർ മാറിയും തിരിഞ്ഞുമൊക്കെ ആട്ടുകയാണ് സത്യ. പക്ഷെ പെട്ടെന്നാണ് ശാലിനി നോക്കുമ്പോൾ പപ്പി ഇങ്ങനെ മാറി നിൽക്കുന്നത് കാണുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ ഈ പപ്പിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം പപ്പി ആകെ വിഷമിച്ച് ഇങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പപ്പിയുടെ മനസ്സിൽ അന്നേരം രോഹിത് ഇങ്ങനെ പപ്പിയെ എടുക്കുന്നതും ശ്യാമ മുത്തം കൊടുക്കുന്നതും ഒക്കെ ഓർമ്മിക്കുകയാണ്. അതായത് അച്ഛനും അമ്മയും കൂടി തൻ്റെയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ഇതാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സത്യയുടെ അച്ഛനും അമ്മയാണല്ലോ വന്നിരിക്കുന്നത്, തൻ്റെ ചേച്ചിയും അമ്മയും വിഷ്ണു അച്ഛനും അല്ലേ എന്നും പറഞ്ഞ് ആ കുട്ടിക്ക് ആ മനസ്സിലൊരു വിഷമം തോന്നുന്ന ആ സീനാണ് കാണിക്കുന്നത്. അന്നേരം ശാലിനി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അന്നേരം ആ കുട്ടി വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ആ പ്രൊമോയിൽ കാണിച്ചതുപോലെ ശാലിനി പറയുന്നത് ഞാനാണ് മോളുടെ അമ്മ, വിഷ്ണു അച്ഛനാണ് മോളുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നത്. അതിനുശേഷമാണ് വിഷ്ണുവിനോട് സങ്കടം പറയുന്നത്, ഞങ്ങളാണ് യഥാർത്ഥ അച്ഛനും അമ്മയും എന്നുള്ളത് ഒരിക്കൽ അവൾ അറിയില്ലേ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അവിടെ പപ്പി അറിയില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയായിരിക്കും ആ സീൻ വരുന്നത്. പിന്നീടാണ് അവർ പൊന്മുടിയിലേക്ക് പോകുന്നതും ആ ഒരു സന്യാസിയെ കാണുന്നതും സത്യഭാമ അവിടെ ജ്യോത്സ്യനെ പോയി കാണുന്ന ആ ഒരു സീനും ഒക്കെ. പക്ഷേ ഈ വിഷ്ണുവിൻ്റെ ഓട്ടോയിലാണ് ഇവർ കയറിയത് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിലൊക്കെ വരുന്നതും. വിഷ്ണുവിനെ വിളിച്ചാൽ കിട്ടത്തുമില്ല. ആ സ്വർണത്തിൻ്റെ കാര്യങ്ങളിൽ വിഷ്ണുവിന് കുറേ പൊല്ലാപ്പൊക്കെ ആവുന്നതാണ്. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ. ഓക്കെ, താങ്ക് യു.